ബ്രെഡ് വെച്ച് എഗ് പപ്സ് ആണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ലാസ്റ്റ് വന്നപ്പോൾ ഈ ഒരു ഷേപ്പായിപ്പോയി. അതിൻ്റെ കഥ ഞാൻ വഴിയേ പറയാട്ടോ. എന്തായാലും നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. ആവശ്യത്തിനുള്ള മുട്ട പുഴുങ്ങിയിട്ട് രണ്ടാക്കി കട്ട് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് ആവശ്യമുണ്ട്. അതിനായിട്ട് പെരിഞ്ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് നല്ലോണം മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് സവാള, കറിവേപ്പില, പച്ചമുളക്, കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കുക കേട്ടോ. ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. സവാളയുടെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ട് പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ആവി കയറ്റി എടുക്കാം കേട്ടോ. 4 സൈഡും കട്ട് ചെയ്ത് മാറ്റുക. ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ചേർത്ത് കൊടുത്ത് പുഴുങ്ങിയ മുട്ടയും കൂടിയും വെച്ചിട്ട് വേണം പപ്സിൻ്റെ രൂപത്തിൽ ഒന്ന് മടക്കിയെടുക്കാനായിട്ട്. ഇവിടെ എന്താ പാളിപ്പോയെന്ന് വെച്ചാൽ നമ്മൾ എടുത്തത് ചെറിയ ബ്രെഡായിപ്പോയി. അതുകൊണ്ടാണ് മടക്കാൻ പറ്റാതിരുന്നത് കേട്ടോ. കുറച്ചുകൂടി വലിയ ബ്രെഡായിരുന്നു വേണ്ടത്. ആ ഷേപ്പ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വേറെ ഷേപ്പ് സെറ്റ് ആക്കും. വേറെ ഒരു ബ്രെഡ് മേളിലേക്ക് വെച്ചിട്ട് 4 സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മുട്ട ബീറ്റ് ചെയ്തതും കൂടി ഒന്ന് മേളിൽ തേച്ച് കൊടുക്കാം. നമ്മൾ എയർ ഫ്രയറിലാണ് ഉണ്ടാക്കണേ കേട്ടോ. ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ 150 ഡിഗ്രിയിൽ 7 മിനിറ്റ് ആണ് വെക്കണത്. ഇതുപോലെ നല്ലോണം മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റിന് ഒരു കുറവുമില്ല കേട്ടോ. ഫില്ലിങ്സും അതുപോലെ തന്നെ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.